താൻ ജീവന തുല്യം 6 വർഷം പ്രണയിച്ച കാമുകി തേച്ചിട്ടു പോയപ്പോൾ പ്രണയനഷ്ടത്തിൽ തകർന്നിരുന്നപ്പോൾ ആത്മവിശ്വാസം പകർന്ന് കൂടെ നിന്ന അമ്മയെക്കുറിച്ചുള്ള യുവാവിന്റെ കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വൈറലാകുന്നത്. കാമുകിമാര് തേച്ചു പോകുന്ന ഒരുപാട് ചെക്കന്മാരുണ്ടാവാറുണ്ട്. ഇവരൊക്കെ സാധാരണ ചിന്തിക്കാറുള്ളത് എൻ്റെ ജീവിതത്തോടെ തീർന്നു, ഇനി ഒരു പെണ്ണിനെ ഞാൻ വിശ്വസിക്കില്ല, ഒരു പെണ്ണിനെ ഇനി ഞാൻ പ്രേമിക്കില്ല, അതുപോലെ തന്നെ ഒരു പെണ്ണിനെ ഞാൻ അടുപ്പിക്കില്ല എന്ന് വിചാരിച്ച് അവർ ഫുള്ള് കാമുകിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അവളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രയാസങ്ങളാണോ ഉണ്ടാക്കാൻ പറ്റുന്നത് അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇവർ ചിലപ്പോൾ ഈ പെൺകുട്ടിയുടെ കല്യാണത്തിന് പോയിട്ട് എന്തെങ്കിലും അലമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും കുസൃതി കാണിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ചെക്കൻ്റെ ഫ്രണ്ട്സെങ്കിലും എന്തെങ്കിലും ആ ഒരു പെൺകുട്ടിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ചെയ്യും. പല സമയങ്ങളിലും പെൺകുട്ടികൾ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ കാമുകന്മാരെ ഇവർ പറയുന്ന പോലെ തേച്ചു പോകുന്നതിൻ്റെ ഒരു കാരണം ഉമ്മാനോടും വാപ്പാനോടും കുടുംബത്തിനോടും കൂടുതൽ കൂറുള്ളത് കൊണ്ടാണ്. അതല്ലെങ്കിൽ ഇത്രയും വർഷം തീറ്റിപ്പോറ്റി വളർത്തി അവരോട് നന്ദികേട് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. പലപ്പോഴും ഇത് പയ്യന്മാർക്ക് മനസ്സിലാവാറില്ല. അവരിതിനെ തേപ്പ് എന്നൊക്കെ പറഞ്ഞ് തേപ്പ് പട്ടി എന്നൊക്കെ വിളിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ കൊണ്ടുപോകാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടിയിരുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടികൾ നിങ്ങൾ പ്രേമിച്ച കുട്ടികൾ നല്ല കുട്ടികളായിരുന്നു എന്നാണ്. കാരണം മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു ജീവിതം സെലക്ട് ചെയ്യാൻ അവർ തയ്യാറല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നീട് പലപ്പോഴും പെൺകുട്ടികൾ എന്ന് പറയുന്നത് സാക്രിഫൈസ് ചെയ്യുന്ന ഒരു കൂട്ടരാണ്. കാരണം ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും ബന്ധുക്കാരുടെയൊക്കെ വിഷമം കാണുന്ന സമയത്ത് അവർക്കത് അതിജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ അവരെന്താ ചെയ്യുക, അങ്ങോട്ട് പോട്ടെ, എൻ്റെ വിഷമല്ലേ, ഞാനത് സഹിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത ജീവിതം തിരഞ്ഞെടുത്തുകൊണ്ട് പോകുന്നു. പല സമയത്ത് ഇതാണ് സംഭവിക്കുന്നത്. പക്ഷെ ചില കേസുകളുണ്ട്, അതായത് വീട്ടുകാർ സമ്മതിച്ചിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും നല്ലൊരു റിലേഷൻ കാണുന്ന സമയത്ത് പോകുന്ന പെൺകുട്ടികളുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ പറയാ, ഈ പ്രേമവും കാര്യങ്ങളൊന്നും വേണ്ട, കല്യാണം കഴിഞ്ഞതിന് ശേഷം പ്രേമിക്കുക. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെ പ്രേമം നടക്കുക എന്നാണെങ്കിൽ നിക്കാഹ് ചെയ്തിട്ടോ എൻഗേജ്മെന്റ് ചെയ്തിട്ടോ ഒക്കെ നിങ്ങൾ പ്രേമിച്ചോളൂ, അപ്പോഴും സമയമുണ്ടല്ലോ. അതാണ് ഏറ്റവും നല്ലൊരു വഴി. എന്താണെങ്കിലും ഞാൻ യൂട്യൂബിനകത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ എൻ്റെ കണ്ണിൽ പെട്ടു. ഇതിൽ തേച്ചു പോയിട്ടുള്ള ഒരു പയ്യൻ അന്ന് അമ്മയോട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അമ്മയുമായിട്ട് പങ്കിട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത് കണ്ട സമയത്ത് എനിക്ക് എന്താണെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കണം തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എന്താണെങ്കിലും ഒരു ക്ലിപ്പ് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. താൻ ജീവന തുല്യം 6 വർഷം പ്രണയിച്ച കാമുകി തേച്ചിട്ടു പോയപ്പോൾ പ്രണയനഷ്ടത്തിൽ തകർന്നിരുന്നപ്പോൾ ആത്മവിശ്വാസം പകർന്ന് കൂടെ നിന്ന അമ്മയെക്കുറിച്ചുള്ള യുവാവിന്റെ കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വൈറലാകുന്നത്. എൽദോസ് എന്ന യുവാവാണ് അമ്മയുടെ ഉള്ളിലെ സ്നേഹത്തെയും അമ്മയോടൊപ്പം ചിലവിട്ട നിമിഷങ്ങളും ഫേസ്ബുക്കിൽ കുറിച്ചത്. എൽദോസ് സഞ്ചാരി എന്ന ഗ്രൂപ്പിൽ കുറിച്ചതിങ്ങനെ: അന്നായിരുന്നു അവളുടെ വിവാഹ നിശ്ചയം. 6 വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഇട്ടേച്ചു പോയപ്പോ കുറച്ചൊന്നുമല്ല വിഷമിച്ചത്. ഓർമ്മകൾ കൊണ്ട് തള്ളി നീക്കിയ 2 വർഷം. അങ്ങനെയിരിക്കെ സെപ്റ്റംബർ മാസത്തിലെ ഒരു വൈകുന്നേരം കൂട്ടുകാരന്റെ ഫോൺ കോൾ അവളുടെ കല്യാണം ഉറപ്പിച്ചു. ഡിസംബർ 18-ാം തീയതിയാണ് നിശ്ചയം, അതും നാട്ടിലുള്ള ഒരാളുമായിട്ട്. ചങ്കു പിടഞ്ഞ നിമിഷം, ഉറക്കമില്ലാത്ത രാത്രികൾ, സമയം തെറ്റിയ ഭക്ഷണക്രമം, ആരോടും സംസാരിക്കാതെ ഒറ്റപ്പെടൽ മാത്രം ആഗ്രഹിച്ച നിമിഷങ്ങൾ, ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നിയ നിമിഷങ്ങൾ. പക്ഷേ അമ്മയുടെ മുഖം മറ്റെന്തിനേക്കാളും എന്നെ അത് ഏറെ വിഷമിപ്പിച്ചു. അപ്പൻ മരിച്ചതിൽ പിന്നെ ഇത്രയും സങ്കടപ്പെട്ട അമ്മയുടെ മുഖം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അവസാനം ഞാൻ തീരുമാനിച്ചു, 18-ാം തീയതി മറക്കാൻ ആവാത്ത വിധം എനിക്ക് എന്റെ അമ്മയെ സന്തോഷിപ്പിക്കണം. അമ്മയുടെ ആഗ്രഹം പോലെ ഒരു ഇടുക്കി മൂന്നാർ യാത്ര. എല്ലാവരും എതിർത്തു, കാരണം അമ്മയുടെ പ്രായം, വഴികൾ മോശം, പിന്നെ 2 വീലറിലാണ് പോകുന്നത്. പക്ഷേ അമ്മയുടെ ആത്മവിശ്വാസം എന്നെ ധൈര്യവാനാക്കി. കിട്ടാവുന്ന സ്ഥലവിവരങ്ങൾ സഞ്ചാരി ഗ്രൂപ്പിൽ നിന്നും ഒപ്പിച്ചു. പിന്നെ കയ്യിൽ കിട്ടിയ കാർ മൊബൈൽ ഹോൾഡർ മിററിൽ കെട്ടിവെച്ചു. രാവിലെ അപ്പനെ മനസ്സിൽ ധ്യാനിച്ച് അമ്മയുടെ കൈയും പിടിച്ച് 6 മണിക്ക് ഇറങ്ങി. അമ്മ സാരി മാത്രമേ ഉടുക്കുള്ളൂ, അതുകൊണ്ട് ഇരിക്കാൻ എളുപ്പത്തിൽ ഒരു ഹോണ്ടോ ഡിയോ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. എയർപോർട്ട് റോഡ്, കാലടി, മൂവാറ്റുപുഴ, തൊടുപുഴ, പുളിയന്മല റോഡ് വഴി. വഴിക്കിണർ കണ്ടപ്പോ ആരാടാ ഈ വഴിക്ക് കിണർ പണിത് വെച്ചേക്കുന്ന എന്നൊരു ചോദ്യവും. ചെറിയ തോതിലുള്ള തണുപ്പുണ്ടായിരുന്നു. 9 മണിയോടുകൂടി ഉപ്പക്കുന്നം വ്യൂ പോയിന്റിലെത്തി. സമയം വൈകിയത് കാരണം മഞ്ഞൊന്നും കാണാൻ പറ്റിയില്ല. ഓരോ വളവുകൾ വളയ്ക്കുമ്പോഴും അമ്മ എന്നെ വട്ടം പിടിക്കുന്നുണ്ടായിരുന്നു. പ്രളയം കവർന്നെടുത്ത ചെറുതോണിയെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സങ്കടം. നേരെ കാൽവരി മൗണ്ടിൽ ചെറിയ തണുത്ത കാറ്റിൽ അമ്മ എന്റെ കൈപിടിച്ചു നടന്നു. മറ്റെങ്ങും കിട്ടാത്ത ആ സ്നേഹം ഞാൻ അന്നാണ് തിരിച്ചറിഞ്ഞത്. അമ്മയുടെ മുഖത്തെ സന്തോഷം എന്നെയും സന്തോഷപ്പെടുത്തി. ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞപ്പോൾ എന്നെ ഒരു ചീത്ത പോലും പറഞ്ഞില്ല. പകരം അമ്മ എന്നെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കുകയായിരുന്നു. അവിടുന്ന് നേരെ കല്ലാർകുട്ടി പവർ ഹൗസ് വഴി മൂന്നാറിലേക്ക് മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകൾ കണ്ടു.
കണ്ടു. അമ്മയുടെ കൂടെ ഭക്ഷണം കഴിച്ചു. വഴിയെല്ലാം തന്നെ സഞ്ചാരയോഗ്യമല്ലായിരുന്നു. 3 മണിയോടുകൂടി മൂന്നാർ എത്തി. അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി ഓരോ ചായക്ക് കുടിച്ച് സന്തോഷമായി തിരിച്ചിറങ്ങി തുടങ്ങി. പാതി വഴിയിൽ വെച്ച് വിശ്രമത്തിനായി വഴിയരികിൽ വണ്ടി ഒതുക്കി. 2 ദിവസം മുന്നേ അമ്മയ്ക്കായി വാങ്ങിവെച്ചിരുന്ന ഒരു സാരി അത് കൊടുത്തു. ഇന്നേ വരെ അമ്മയ്ക്ക് അങ്ങനെ ഒരു സമ്മാനവും ഞാൻ കൊടുത്തിട്ടില്ല. സന്തോഷത്താൽ ആ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടു. ജീവിതത്തിൽ ഞാനും അമ്മയും ഒരുപോലെ സന്തോഷിച്ച ദിവസം. ഇതെല്ലാം കാണാൻ അപ്പൻ കൂടെ ഇല്ലല്ലോ എന്ന വിഷമം മാത്രം ബാക്കിയാക്കി. പിന്നെയും യാത്ര തുടർന്നു. ചിയാപ്പാറ എത്തുന്നതിന് തൊട്ടുമുന്നേ മഴ ചതിച്ചു. സൈഡിലേക്ക് വണ്ടി ഒതുക്കാൻ നേരത്ത് അമ്മ പറഞ്ഞു, നീ വണ്ടി നിർത്തണ്ട, പോയിക്കൊള്ളാൻ. അങ്ങനെ അരമണിക്കൂർ മഴ നനഞ്ഞൊരു യാത്ര. ഒരേ ദിവസം തന്നെ മഞ്ഞും വെയിലും തണുപ്പും ആസ്വദിക്കാൻ സാധിച്ചു എന്ന സന്തോഷത്തോടെ 8 മണിയോടെ ഞങ്ങൾ സുരക്ഷിതമായി വീടെത്തി. പോയി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, തേച്ച പെണ്ണിന്റെ വിഷമത്തെക്കാളും വലുതാണ് അമ്മയുടെ സന്തോഷമെന്ന്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും പോകേണ്ട ഒരു യാത്ര, എല്ലാ വിഷമങ്ങളും മറന്ന് ഒരു യാത്ര. ഇതെല്ലാം ഇപ്പോൾ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും. കാരണം ഇന്നാണ് അവളുടെ കല്യാണം. തേപ്പ് പെട്ടി സമ്മാനമായി കൊടുക്കാനോ അവിടെ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ മനസ്സ് വന്നില്ല. കാരണം എന്റെ അമ്മയ്ക്ക് ഈ നാട്ടിൽ തല ഉയർത്തിപ്പിടിച്ചു തന്നെ നടക്കണം. അതിനുവേണ്ടിയായിരുന്നു ആ യാത്ര. മറ്റുള്ളവരെ പോലെയല്ല നമ്മൾ പെരുമാറേണ്ടത്. സ്വന്തമായി മാറ്റങ്ങൾ വരുത്തുക, സന്തോഷം കണ്ടെത്തുക. അമ്മയുടെ കൈയും പിടിച്ചിരുന്നപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യം, നിന്നെ കല്യാണം കഴിക്കാനുള്ള ഭാഗ്യം അവൾക്കില്ലെന്ന് കരുതിയാൽ മതിയെന്ന്. ഇന്ന് വൈകുന്നേരം ഞാനൊരു യാത്ര പോകുകയാണ്. എല്ലാം മറന്ന് പുതിയ ഒരാളാവാൻ. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവണം. സാധാരണ പയ്യന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ പയ്യൻ ചിന്തിച്ചത്. സാധാരണയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഇവര് വിഷമിച്ചിട്ട് അങ്ങനെ റൂമിൽ കയറിയിരിക്കും. ഇപ്പം എനിക്ക് ചില കസിൻസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിലുള്ള ചില ആളുകൾക്ക് ഇതുപോലെ തേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവർ കുറച്ച് ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്കേ ഇറങ്ങുമല്ലോ, റൂം അടച്ചുകൊണ്ട് അവിടെ ഇരിക്കും. ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെങ്കിലും കേട്ടോ. അതല്ല ഇന്നത്തെ കാലത്തെ പ്രണയങ്ങളൊക്കെ എങ്ങനെയാ, 3-4 എണ്ണമൊക്കെ ഒരേ സമയം ഉണ്ടാവും. അതിൽ ഒന്ന് സീരിയസ് ആയിട്ടുണ്ടാവും, ബാക്കിയുള്ളതൊക്കെ സൈഡായിട്ട്. ഈ ഒന്ന് സീരിയസ് പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ അടുത്ത സീരിയസ് ആയതിനെ ഏറ്റെടുക്കുന്ന അതാണ് ഇപ്പോഴത്തെ ഒരു യുവതലമുറ എന്ന് പറയുന്നത്. അത് സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ. പക്ഷെ എന്നാലും ദിവ്യ പ്രണയങ്ങളും സത്യസന്ധമായിട്ടുള്ള സ്നേഹങ്ങളൊക്കെ ഇന്നും ആക്ച്വലി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു വന്നത്, പല പയ്യന്മാരും സാധാരണ ചെയ്യാറുള്ളത് അവർ ജീവിതത്തിൽ നിന്നും കുറച്ചധികം ദിവസങ്ങൾ വിഷമിച്ചു കൊണ്ട് നിൽക്കും. എന്നിട്ട് ഈ പയ്യൻ ചെയ്തത് അമ്മയ്ക്ക് കുറച്ച് നല്ല മൊമെന്റ്സ് കൊടുത്തു എന്നുള്ളതാണ്. എന്തൊരു വിഷമം വരുന്ന സമയത്തും നമ്മൾ ചെയ്യേണ്ട ഒരു പ്രതിവിധി എന്ന് പറയുന്നത് അപ്പോൾ ആ മൈൻഡിനെ കൺവേർട്ട് ചെയ്യാം. ആ ഒരു മൈൻഡിനെ കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് സർഗാത്മകമായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ നന്നാവും. അപ്പൊ ഇവിടെ ഈ ഒരു പയ്യൻ ചെയ്തത് അമ്മയ്ക്ക് ഏറ്റവും നല്ല മൊമെന്റ്സ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ സംരക്ഷിക്കേണ്ട, നമ്മൾ സന്തോഷം നൽകേണ്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ജീവിതത്തിലെ അമ്മ അല്ലെങ്കിൽ ഉമ്മ എന്ന് പറയുന്നത്. ആ ഒരു ഉമ്മാന്റെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ഭാഗ്യം എന്താണ്. പലപ്പോഴും ആൺകുട്ടികളെ കുറച്ച് മുതിർന്ന് പ്രായമായി കഴിഞ്ഞാൽ വീട്ടുകാരിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങും. ആൺകുട്ടികൾ അങ്ങനെയാണ് പൊതുവെ, സ്ത്രീകളെ പോലെ ഇമോഷണൽ അല്ല. പെൺകുട്ടികളാകുമ്പോൾ എപ്പോഴും ഉമ്മാന്റെയും പാപ്പാന്റെ അരികിൽ തന്നെ ഉണ്ടാവും. പക്ഷെ ആൺകുട്ടികളാകുമ്പോൾ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിലെ ഒരു സ്ഥിതി അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൂടുതൽ സമയം ഉമ്മാന്റെ കൂടെ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ ഒക്കെ ഒന്ന് സ്പെൻഡ് ചെയ്ത് നോക്കൂ. ഏറ്റവും മനോഹരമായിട്ടുള്ള സമയമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. കാരണം ജീവിതത്തിൽ നിങ്ങൾ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അമ്മയോ ഉമ്മയോ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് വേറെ ആരും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. വിഷമിക്കുന്ന സമയത്ത് നിങ്ങളെ സമാധാനിപ്പിക്കാൻ, നിങ്ങളെ സാന്ത്വനിപ്പിക്കാൻ ഉമ്മയുടെ കരങ്ങളെക്കാൾ ശക്തമായ മറ്റൊരു കരം ഈ ലോകത്തില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ക്രിയാത്മകമായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുക. ഇവിടെ ഈ ഒരു പയ്യൻ ചെയ്തത് അമ്മയെയും കൊണ്ട് ഒരുപാട് കിലോമീറ്റേഴ്സ് മലയും കുന്നും ഒക്കെ താണ്ടിയിട്ട് 2 വീലറിൽ റൈഡ് ചെയ്ത് പോവാണ്. സാധാരണ കാമുകിമാരോട് കൂടിയാണ് ഇങ്ങനെ റൈഡ് ഉണ്ടാവാറില്ല. ഇവിടെ അമ്മയെ ചൂസ് ചെയ്തു എന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ള കാര്യം. അമ്മയ്ക്ക് ഒരുപാട് വയസ്സായിട്ടുണ്ട്. പല ആളുകളും പറഞ്ഞു അമ്മ കൊണ്ടുപോകുന്നത് ഡേഞ്ചറസ് ആണ്. പക്ഷെ ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് അമ്മയ്ക്ക് കുറേ നല്ല മൊമെന്റ്സ് കൊടുത്തു. അതുപോലെ തന്നെ അമ്മയുടെ സ്നേഹം തിരിച്ചറിയാൻ സാധിച്ചു എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഒരുപാട് മെസ്സേജ് കിടക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു സ്റ്റോറി ഉള്ള സ്റ്റോറി ആണെങ്കിലും ഇല്ലാത്ത സ്റ്റോറി ആണെങ്കിലും എന്താണെങ്കിലും ഇത് ഒരുപാട് ആളുകളെ ചിന്തിപ്പിക്കാൻ പ്രാപ്തിയുള്ളൊരു സ്റ്റോറിയാണ്. അപ്പം അതിൻ്റെ അന്തർസത്ത ഉൾക്കൊണ്ടുകൊണ്ട് അതിലെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അത്രയൊക്കെയുള്ളൂ ഇതിനെക്കുറിച്ച് പറയാൻ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.